നാരായണ 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 നാരായണ. ഉണ്ണീവാമ കുളിച്ചേടുക, കുറികളുമിട്ടുണ്ണണം നീ കുമാര. ഇന്നല്ലോ നിൻ പിറന്നാൾ, പൊടിചളികളണിഞ്ഞെന്തി വണ്ണം നടപ്പൂ. എന്നീ വണ്ണം യശോദാവചനമുടനെ കേട്ടുമെല്ലെ ചിരിച്ചോരുണ്ണിക്കണ്ണന്റെ ഭാവം. മമ പുനരൊരു നാൾ കാൺമതിൻ ഭാഗ്യമുണ്ടോ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതത്തിലെ ദശമ സ്കന്ധത്തിലെ 11ാമത്തെ അധ്യായത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു ചെറിയ പ്രഭാഷണം. ദശമസ്കന്ധം മുഴുവനും ശ്രീകൃഷ്ണ ലീലകളാണ്. 11ാമത്തെ അധ്യായത്തിൽ ആദ്യമായി വർണ്ണിക്കുന്നത് ഉലൂഖല ബന്ധനം കഴിഞ്ഞുള്ള ഒരു ലീലയാണ്. ഉലൂഖല ബന്ധനമൊക്കെ കഴിഞ്ഞ് ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങനെ മുന്നോട്ട് പോയപ്പോഴാണ് 2 മരങ്ങൾ കടപുഴകി വീണ ഒരു ശബ്ദം ഗോപന്മാര് കേട്ടത്. ഇത് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം തുടങ്ങുന്നത്. ഗോപാനന്ദാദയ ശ്രുത്വ ദ്രുമയോഹോ പതതോരവം തത്ര ആജഗ്മുക്കുരു ശ്രേഷ്ഠ നിർഘാതഭയശങ്കിതാഹ. അങ്ങനെ മരങ്ങൾ വീണ ശബ്ദം കേട്ട് ഗോപന്മാര്, നന്ദഗോപരെല്ലാവരും വന്ന സമയത്ത് അവിടെ യമളാർജുനോ ദൃശു, 2 അർജുന വൃക്ഷങ്ങളെ അവിടെ കാണുകയാണ്. ഇതെന്താണ് ഈ കാരണം, ഈ മരം വീഴാൻ എന്താ കാരണം, എന്താണ് പറ്റിയതെന്നൊന്നും ആർക്കും മനസ്സിലായില്ല. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ പറഞ്ഞു, ബാലാ ഊചു അനേനേരി തിര്യഗതമുലൂഖലം. അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ ഇതിന് ദൃക്സാക്ഷികളായിരുന്നു. അപ്പൊ ഗോപന്മാരായ ആ ചെറിയ കുട്ടികൾ പറഞ്ഞു, ഈ ശ്രീകൃഷ്ണ ഭഗവാൻ എങ്ങനെ ഉരലിന്റെ മുകളിൽ പിടിച്ചു കിട്ടിയിരുന്നു, ആ ഉരല് വിലങ്ങടിച്ചു നിന്നപ്പോഴാണ് ആ ഉരല് വലിച്ചു. അങ്ങനെ വലിച്ച സമയത്താണ് ഈ വലിയ 2 മരങ്ങളും കടപുഴകി വീണത്. മാത്രമല്ല ആ മരങ്ങളുടെ ഉള്ളിൽ നിന്ന് പുരുഷാവപ്യചക്ഷ്മഹി, 2 പുരുഷന്മാര് അവിടെ പ്രത്യക്ഷമായിരുന്നു എന്നൊക്കെ ആര് പറഞ്ഞു? ഈ ഗോപക്കുട്ടികൾ പറഞ്ഞു. പക്ഷേ ആ കുട്ടികൾ പറഞ്ഞത് മറ്റുള്ള ഗോപന്മാരെന്നത് ശ്രദ്ധിച്ചില്ല. കാരണം ശ്രീകൃഷ്ണ ഭഗവാന്റെ ഈ ലീലകളൊന്നും അവർക്ക് വാസ്തവത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഏതായാലും ഈ ഒരു കഥയാണ് ഈ അധ്യായത്തിന്റെ ആദ്യം തന്നെ പറയുന്നത്. അങ്ങനെ നന്ദഗോപരും അത് കണ്ടു. നന്ദഗോപര് കണ്ട സമയത്ത് വിലോക്യനന്ദ പ്രഹസദ്വദനോ വിമുമോച. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു തൈരിന്റെ പാത്രം പൊട്ടിച്ചതിന്റെ പേരിലാണ് യശോദ ആരെ കെട്ടിയിട്ടത്? ഉണ്ണിക്കണ്ണനെ ഉരലിന്റെ മുകളിൽ പിടിച്ചു കെട്ടിയിട്ടത്. അത് കഴിഞ്ഞ അധ്യായത്തിലാണ് ആ കഥ വിസ്തരിച്ച് പറയണത്. ഇവിടെ പറയണു കെട്ടിയിട്ടത് യശോദയാണെങ്കിൽ നന്ദഹ പ്രഹസദ്വദനോ വിമുമോച. ആ ശ്രീകൃഷ്ണനെ ഉരലിൽ നിന്ന് കെട്ടഴിച്ചത്, അതുപോലെ അരയിലൊക്കെ കയറുണ്ട്, ആ അരയിലുള്ള കയറൊക്കെ കെട്ടഴിച്ച് കെട്ടുകളിൽ നിന്ന് മോചിപ്പിച്ചത് ആരാണ്? നന്ദഗോപരാണ് എന്ന് പറയാണ്. പ്രഹസദ്വദനഹ. നന്ദഗോപർക്ക് കണ്ടപ്പോഴേക്കും എന്നെ കാര്യമൊക്കെ മനസ്സിലായി. അങ്ങനെ നന്ദഗോപര് വളരെ പുഞ്ചിരിച്ചുകൊണ്ടാണ് ആരുടെ കെട്ടുകളൊക്കെ അഴിക്കുന്നത്? ഭഗവാന്റെ കെട്ടുകളൊക്കെ അഴിക്കുന്നത്. ശരിക്ക് ഭഗവാനാണ് ലോകത്തിലുള്ള എല്ലാ ജീവന്മാരെയും ബന്ധിച്ചിരിക്കുന്ന എല്ലാ കെട്ടുകളും അഴിച്ചു കൊടുക്കുന്നത് ആരാ? ഭഗവാനാണ്. അങ്ങനെയുള്ള ഭഗവാനെ യശോദ കെട്ടിയിട്ടപ്പോൾ നന്ദഗോപരാണ് ആരുടെ കെട്ടുകളൊക്കെ അഴിച്ചു കൊടുക്കുന്നത്? ആ കൊച്ചു ശ്രീകൃഷ്ണ ഭഗവാന്റെ കെട്ടുകളൊക്കെ അഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ ധാരാളം ചിന്തിക്കാനുള്ള ഒരു ശ്ലോകമാണ് ഈ 6ാമത്തെ ശ്ലോകം. വിലോക്യ നന്ദഹ പ്രഹസദ്വദനോ വിമുമോച. അതുകൊണ്ടായിരിക്കാം ആ ശ്ലോകത്തിന്റെ അവസാനം വിമുമോച എന്ന് കഴിഞ്ഞിട്ട് ഹ എന്ന് പറയുന്ന ഒരു അക്ഷരം മാത്രം കാണാം. നന്ദഗോപരാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ കെട്ടുകളൊക്കെ അഴിച്ചത് എന്നർത്ഥം. ഇങ്ങനെ ആദ്യത്തെ 6 ശ്ലോകത്തിൽ ആ ഉലൂഖല ബന്ധനം എന്ന കഥയുടെ അവസാന ഭാഗത്തുള്ള കാര്യങ്ങളൊക്കെയാണ് വർണ്ണിക്കുന്നത്. പിന്നീട് 3 ശ്ലോകങ്ങളെ കൊണ്ട് ശ്രീകൃഷ്ണൻ എങ്ങനെയാണ് ഭൃത്യവശ്യതയെ കാണിച്ചത് എന്ന് വർണ്ണിക്കുകയാണ് ആര്? ശ്രീശുക ബ്രഹ്മർഷി. പരീക്ഷിത് മഹാരാജാവ് വളരെ ഭക്തിയോടെ വളരെ ശ്രദ്ധയോടെ ഈ കഥകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ പറയുന്നു, ഈ ഗോപികമാരെന്തെങ്കിലുമൊക്കെ പറയും. ആരോട്? ഈ ചെറിയ കണ്ണനോട്. ആ ചെറിയ കണ്ണനോട് എന്ത് പറഞ്ഞാലും ശ്രീകൃഷ്ണ ഭഗവാൻ അതൊക്കെ ചെയ്തു കൊടുക്കും. ബിഭർത്തി ക്വചിതാജ്ഞപ്ത പീഠകൊന്മാന പാതുകം. ചെറിയ ഉണ്ണിയാണ്. അപ്പോ ആ ഉണ്ണി ദൂരെ ഒരു ചെറിയ പലകയുണ്ടെങ്കിൽ ഉണ്ണിയോട് പറയും, ഉണ്ണി ആ പലക എടുത്ത് കൊണ്ടുവരുമോ എന്ന് പറയും. അപ്പൊ ഗോപികമാര് ഭഗവാന്റെ ആ നടത്തം കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ ശ്രീകൃഷ്ണൻ എന്ത് ചെയ്യും? ആ ഭൃത്യവശ്യതയെ കാണിച്ചുകൊണ്ട് ആ ചെറിയ ഒരു കുഞ്ഞി പലകയെടുത്ത് മെല്ലെ 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 നടന്നു വരുന്നത് കാണാൻ എന്തൊരു ഭംഗിയാന്നറിയോ.
അത് കാണാൻ വേണ്ടിയിട്ടാണ് ഗോപികമാര് കൃഷ്ണനോട് ആ കുഞ്ഞു പിറകെ എടുത്തു കൊണ്ടുവരുമെന്ന് പറയും. ചിലപ്പോൾ ചെറിയൊരു പീഠമുണ്ട് അവിടെ, വളരെ ചെറിയ പീഠമാണ്, അത് എടുത്തു കൊണ്ടുവരാൻ പറയും. അപ്പൊ കൃഷ്ണൻ മെല്ലെ 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 വളരെ പണിപ്പെട്ട്, ചെറിയ ഉണ്ണിയാണ്, അങ്ങനെ കഷ്ടപ്പെട്ട് മെല്ലെ ആ പീഠം എടുത്തിട്ട് ഗോപികമാരടുത്ത് കൊണ്ടുവരും. അപ്പൊ ഗോപികമാർക്ക് അത് നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു രസം. ഭഗവാൻ അതെടുക്കുന്നത് കാണാൻ ഭംഗിയാണ്, നടക്കുന്നത് കാണാൻ ഭംഗിയാണ്. അപ്പൊ കൃഷ്ണന്റെ ലീലകളൊക്കെ കാണാനുള്ള കൗതുകം കൊണ്ടാണ് ഈ ഗോപികമാര് എന്തു ചെയ്യുന്നത്, കൃഷ്ണനോട് ഓരോന്ന് ആജ്ഞാപിക്കുന്നത് ഗോപികമാരാണ്. പക്ഷെ അതൊക്കെ പാവം ശ്രീകൃഷ്ണ ഭഗവാൻ എല്ലാം ചെയ്തു കൊടുക്കുകയാണ്. അപ്പൊ ശ്രീശുഖ ബ്രഹ്മർഷി പറയാണ്, ദരിശയൻ തദ്വിതാം ലോകേ ആത്മനോ ഭൃത്യവശ്യത, ആത്മനഃ ഭൃത്യവശ്യത. ഞാൻ ഭൃത്യന്മാർക്കൊക്കെ വശകനാണ്, എൻ്റെ ഭക്തന്മാർക്ക് ഞാൻ വശകനാണ് എന്ന് ഭഗവാൻ കാണിക്കുകയാണ് ഈ ലീല കൊണ്ട് എന്ന് ശ്രീശുഖ ബ്രഹ്മർഷി പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ അതാണ് പിന്നീട് കുറെ ശ്ലോകങ്ങളിൽ വർണ്ണിക്കുന്നത്. പിന്നീട് ഒരു 2 ശ്ലോകം കൊണ്ട് ഇവിടെ ഒരു ഫലവിക്രയണിയായ ഒരു സ്ത്രീയുടെ കഥയും ഈ അധ്യായത്തിലാണ് വർണ്ണിക്കുന്നത്. ഫലങ്ങൾ വേണോ, ഫലങ്ങൾ വേണോ, മലയാളത്തിൽ പറഞ്ഞാൽ പഴങ്ങൾ വേണോ, പഴങ്ങൾ വേണോ എന്ന് പറഞ്ഞ് അങ്ങനെ പഴക്കച്ചവടം ചെയ്യുന്ന ഒരു സ്ത്രീയെ ഭഗവാൻ കാണുകയാണ്. അത് കേട്ടപ്പോഴേക്കും ഭഗവാൻ ഓടി വന്ന് എന്ത് ചെയ്തു, കുറച്ച് ചുതധാന്യം കരദ്വയം എന്നൊക്കെ പറയുന്നുണ്ട്. ഭഗവാൻ എന്തോ അവൾക്ക് കൊടുക്കണം എന്ന് കരുതിയിട്ട് തൻ്റെ കുഞ്ഞു കൈകളിൽ കുറച്ച് എന്തോ ധാന്യമണികൾ കൊണ്ടുവന്നു. അത് ചുതധാന്യം. ഭഗവാൻ ഓടി വരുന്ന സമയത്ത് ആ കയ്യിലുണ്ടായിരുന്ന ധാന്യമണികളൊക്കെ കുറെ അവിടെയും ഇവിടെയൊക്കെ വീണുപോയി. ബാക്കി വന്ന ധാന്യമണികളാണ് ആ പഴക്കച്ചവടക്കാരിയുടെ ആ പാത്രത്തിലേക്ക് ഭഗവാൻ ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഭഗവാൻ 2 കൈയും നീട്ടി ആ ഭഗവാന്റെ 2 കൈയിലേക്കും അവൾ എന്ത് ചെയ്തു, ഫലൈഹി അപൂരയത്, ഇഷ്ടംപോലെ ഫലങ്ങൾ ഭഗവാന്റെ 2 കുഞ്ഞു കൈകളിലും ആ സ്ത്രീ നിറച്ചു കൊടുത്തു. അങ്ങനെ ആ സ്ത്രീ തിരിച്ചു വരികയാണ്. ആ സ്ത്രീ ഭഗവാനെ കണ്ട വളരെ സന്തോഷത്തോടെ തിരിച്ചു വരുന്ന സമയത്ത് തൻ്റെ ആ പാത്രം മുഴുവനും പലതരത്തിലുള്ള രത്നങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു കാഴ്ചയാണ് ആ സ്ത്രീ കാണുന്നത്. ഇങ്ങനെ 2 ശ്ലോകങ്ങളെ കൊണ്ട് ഫലവിക്രയണിയായിരിക്കുന്ന ഒരു സ്ത്രീയെ, ഒരു പഴക്കച്ചവടക്കാരിയെ ഭഗവാൻ അനുഗ്രഹിക്കുന്ന ദിവ്യമായ ഒരു ലീലയും ഈ അധ്യായത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. പിന്നീട് ശ്രീകൃഷ്ണ ഭഗവാനെ രോഹിണി, അതുപോലെ യശോദ ഇവരൊക്കെ കളിയിൽ നിന്ന് എങ്ങനെയാണ് പിടിച്ചു കൊണ്ടുവരുന്നത് എന്ന് വർണ്ണിക്കുകയാണ്. ഒരു ദിവസം 2 പേരും ഇങ്ങനെ നദീതീരത്ത് പോയിട്ട് കളിക്കുകയാണ്. കൃഷ്ണനുണ്ട്, രാമനുണ്ട്, മറ്റു കൂട്ടുകാരൊക്കെ ഉണ്ട്. അപ്പൊ രോഹിണി എന്ത് ചെയ്തു, രോഹിണി ചെന്നിട്ട് കുറെ നേരം വിളിച്ചു. ഇവരാണെങ്കിൽ ക്രീഡാസംഗേന പുത്രകൗ, ഇവർക്ക് സ്വതവേ ഭഗവാൻ ഒന്നിനോടും ആസക്തിയില്ലാത്ത ആളാണ്. ബലരാമനോ അതെ, ശ്രീകൃഷ്ണൻ അതെ, ഈശ്വരന്മാരാണ്. പക്ഷേ ഇപ്പോൾ അവരെങ്ങനെയുള്ളവരാണ്, നോപേയാതാം യഥാഭൂതൗ ക്രീഡാസംഗേന പുത്രകൗ. ഇപ്പൊ അവർക്ക് എന്തിനോടാ സംഘമുള്ളത്, ക്രീഡ, കളിക്കുക. അല്ലെങ്കിൽ അതെ, കുട്ടികൾക്ക് കളി 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 എന്ന് പറഞ്ഞാൽ പിന്നെ അതിനോട് മാത്രമായിരിക്കുമല്ലോ സംഘം. അങ്ങനെ കളിയിൽ അങ്ങനെ മുഴുകിയിരിക്കുന്ന ഈ ബലരാമനെയും ശ്രീകൃഷ്ണനെയും എത്ര വിളിച്ചിട്ടും ആർക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയില്ല, രോഹിണിക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പോഴാണ് യശോദയെ പറഞ്ഞു, എൻ്റെ യശോദയെ ഞാൻ തോറ്റു, എന്നെ കൊണ്ടാവില്ല, എത്ര നേരെ ഞാൻ വിളിക്കണം, ആ കുട്ടികൾ കളിച്ചോണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് രോഹിണി തോൽവി സമ്മതിച്ചു. എന്നിട്ട് ആരെ പറഞ്ഞയക്കുകയാണ്, കുട്ടികളെ തിരിച്ചു വിളിക്കണം കളിയിൽ നിന്ന്, അതിനുവേണ്ടി യശോദയെ പറഞ്ഞയക്കുകയാണ്. ഇപ്പൊ ശ്രീശുഖ ബ്രഹ്മർഷി പറയാണ്, യശോദ വളരെ സമർത്ഥമായിട്ട് എങ്ങനെയാണ് 2 പേരെയും വിളിച്ചു കൂട്ടി കൊണ്ടുവരുന്നത് എന്നാണ് പിന്നെ കുറേ ശ്ലോകങ്ങളിൽ വർണ്ണിക്കുന്നത്. കൃഷ്ണ കൃഷ്ണ അരവിന്ദാക്ഷ താത ഏഹി സ്തനം പിബ, അരവിന്ദാക്ഷ എന്ന് വിളിച്ചു, കൃഷ്ണ കൃഷ്ണ എന്ന് വിളിക്കുകയാണ്. അരവിന്ദാക്ഷ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, അരവിന്ദം എന്ന് പറഞ്ഞാൽ താമരപ്പൂവ്. അരവിന്ദാക്ഷ എന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നെ ഒന്ന് കാണണം, നിന്റെ കണ്ണുകളൊക്കെ താമരപ്പൂ പോലെയുള്ള മനോഹരമായ കണ്ണുകളാണ്, നിനക്ക് പാല് കുടിക്കേണ്ടേ, അമ്മ നിനക്ക് പാല് തരാം, നീ വേഗം ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് താമരക്കണ്ണ അലം വിഹാരൈഹി, വിഹാരൈഹി അലം, മതി മതി, ഈ കളികളൊക്കെ ഇനി ചെയ്തത് മതി, ക്ഷുൽക്ഷാന്തഃ, നിനക്ക് വല്ലാതെ വിശക്കുന്നില്ലേ, നീ വിശന്ന് വല്ലാതെ വിഷമിക്കുന്നുണ്ട് എനിക്കറിയാം, ക്രീഡാശ്രാന്തഃ, കളിച്ച് 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 നീ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട് എന്നറിയാം. വാസ്തവത്തിൽ ഭഗവാന്റെ വിഹാരങ്ങൾ എന്താ,
ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഹാരങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ ലീലകളും. എത്രയോ വലിയ ഈ അനന്തമായിരിക്കുന്ന പ്രപഞ്ചത്തിൽ നടക്കുന്ന സകല കാര്യങ്ങളും വാസ്തവത്തിൽ ഭഗവാന്റെ ലീലകളാണ്. അവ യശോദ എന്താ കണ്ണനോട് പറഞ്ഞത്? അലം വിഹാരൈഹി, നിന്റെ വിഹാരങ്ങളൊക്കെ മതി, നിന്റെ ലീലകളൊക്കെ നിർത്തിവെച്ചിട്ട് നീ എൻ്റെ അടുത്തേക്ക് വരണം എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഭഗവാൻ ഉള്ളുകൊണ്ട് ചിരിച്ചിട്ടുണ്ടായിരിക്കും. കാരണം ഭഗവാൻ നിർത്തിക്കഴിഞ്ഞാൽ, ഭഗവാന്റെ ലീലകളൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ തന്നെ താളം തെറ്റിപ്പോവും. പ്രപഞ്ചം ശരിക്കും പറഞ്ഞാൽ ചലിക്കാതെയാവും. അമ്മ പറയണെന്ത്? അലം വിഹാരേഹി, എൻ്റെ ലീലകളൊക്കെ നിർത്തി വരാനാ പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ ഉള്ളിലൊന്ന് ചിരിച്ചുകൊണ്ട് അമ്മ എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിച്ചു. അമ്മ പിന്നെ വിളിച്ചത് ആരെയാണ്? ബലരാമനെയാണ്. ബലരാമനെ വിളിച്ചു പറഞ്ഞു, ഹേ രാമ ആഗച്ഛ താതാശോ സാനുജ കുലനന്ദന, കുലനന്ദന എന്നൊക്കെ വിളിച്ചു. ഞങ്ങളുടെ ഈ കുലത്തെ മുഴുവനും നീയാണ് ആനന്ദിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ രാമ നിന്നോട് പറയുകയാണ്, നീ ഒന്ന് വേഗം വരണം. നീ വരുമ്പോ എന്ത് ചെയ്യണം? നീ ഒറ്റയ്ക്ക് വരണ്ട, സാനുജഹ, നീ ആരുടെ കൈ പിടിച്ചു വന്നാ മതി. ഞാൻ എത്ര വിളിച്ചിട്ടും വരാത്ത ആ കണ്ണന്റെ കൈ പിടിച്ച് നീ അനിയനെയും കൂട്ടി ഇങ്ങോട്ട് വരണം. പ്രാതരേവ കൃതാഹാരഹ, നീ രാവിലെ ആഹാരം കഴിച്ചതല്ലേ നിങ്ങൾ രണ്ടുപേരും? നല്ലതുപോലെ വിശക്കുന്നുണ്ടാവില്ലേ? മാത്രമല്ല ഇവിടെ ദാശാരിഹ ത്വാം പ്രതീക്ഷതേ, അച്ഛൻ ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്, നന്ദഗോപുരി കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരണം. എന്നിട്ട് എന്ത് വേണമെന്നറിയോ? നിങ്ങളുടെ ശരീരത്തിലൊക്കെ ആകെ ധൂളിധൂസരിതംഗഹ, നിന്റെ ശരീരത്തിലൊക്കെ നിറയെ പൊടിയുണ്ട്, ചളിയുണ്ട് എന്നൊക്കെ എനിക്കറിയാം. ആ പൊടിയും ചളിയൊക്കെ ആയിട്ടാണോ ആഹാരം കഴിക്കുക? അല്ലല്ലോ. അപ്പൊ അച്ഛൻ ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അമ്മ നല്ലതുപോലെ കുളിപ്പിച്ചു തരാം. അങ്ങനെ കൂളിയൊക്കെ കഴിഞ്ഞ് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നല്ല ആഭരണങ്ങളൊക്കെ ചാർത്തി ഞാനൊരു കാര്യം കൂടി രാമ പറയട്ടെ. എന്താന്നറിയോ? ജന്മർക്ഷമദ്യ ഭവതഃ വിപ്രേഭ്യോ ദേഹികാ ശുചി. ഇന്ന് ജന്മർക്ഷം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജന്മർക്ഷം എന്ന് പറഞ്ഞാല് ഇന്ന് പിറന്നാളാണ്. അതെ, ഇന്ന് പിറന്നാളാണ്. അതുകൊണ്ട് പിറന്നാളാവുന്ന സമയത്ത് എന്ത് വേണം? വിപ്രേഭ്യ ദേഹി ഗാഹ ശുചി, എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് കൂളിയൊക്കെ കഴിഞ്ഞ് മേലുള്ള ചളിയൊക്കെ കളഞ്ഞ് പൊടിയൊക്കെ കളഞ്ഞ് അത് കഴിഞ്ഞ് അമ്മ നല്ല ഉടുപ്പൊക്കെ ഇടിച്ചു തരാം. അത് കഴിഞ്ഞ് ആഭരണങ്ങളൊക്കെ ചാർത്തി തരാം. എന്നിട്ട് എന്ത് ചെയ്യണം? ദാനങ്ങളൊക്കെ ചെയ്യണ്ടേ? ഇന്ന് പിറന്നാളല്ലേ, പിറന്നാളിന് എന്ന് വേണ്ടേ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യാൻ? ഇവിടെ ധാരാളം ബ്രാഹ്മണര് കാത്തിരിക്കുന്നുണ്ട്. ഈ ബ്രാഹ്മണരൊക്കെ നിന്നെ കാത്തിരിക്കുക. വിപ്രേഭ്യ ദേഹി ഗാഹ, ഇവിടെ ദാനം ചെയ്യാനുള്ള പശുക്കളെയൊക്കെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളോട് വരികയേ വേണ്ടു. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കുളി കഴിഞ്ഞ് നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യാം? ഈ ബ്രാഹ്മണർക്ക് വേണ്ട എല്ലാ ദാനങ്ങളും ചെയ്യാം. ഇവിടെ പശ്യ വയസ്യാംസ്ഥയെ മാതൃമൃഷ്ടാൻ സ്വലംകൃതാൻ, ഇവിടെ എത്ര നിന്റെ കൂട്ടുകാരാ ഇവിടെ വന്നിരിക്കണമെന്നറിയോ? ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം നിന്റെ കൂട്ടുകാരെല്ലാവരും ഇവിടെ വന്ന് നല്ല നല്ല അലങ്കാരങ്ങളൊക്കെ ചെയ്ത് അവരൊക്കെ അവരുടെ അമ്മമാര് കൊടുക്കുന്ന ആഹാരമൊക്കെ കഴിച്ച് ഇവിടെ ഇരിക്കണത് നിനക്ക് കാണണ്ടേ? തുംചസ്നാദ കൃതാഹാരോ വിഹരസ്വ സ്വലംകൃത, നീയും അതുപോലെ ഇവിടെ വന്ന് എന്ത് ചെയ്യണം? കുളിച്ച് ആഹാരമൊക്കെ കഴിച്ച് നല്ല അലങ്കാരങ്ങളൊക്കെ ചെയ്ത് എന്നിട്ട് ഇവിടെ വന്നിട്ടാവാം കളികൾ എന്നൊക്കെ ഒരമ്മ എങ്ങനെയാണോ വളരെ സ്നേഹത്തോടെ തൻ്റെ പുത്രനെ വിളിക്കുന്നത്, അതുപോലെയാണ് യശോദ ആരെ വിളിച്ചത്? കൃഷ്ണനെയും ബലരാമനെയും വിളിച്ചത്. അനേകം ശ്ലോകങ്ങളാണ് ഈ ഒരു കഥ പറയാൻ വേണ്ടി. അതായത് യശോദയും അതുപോലെ തന്നെ ആദ്യം രോഹിണിയാണ്. രോഹിണിയും യശോദയും എങ്ങനെയാണ് ആ കളിക്കുന്ന കുട്ടികളെ ആ കളിയിൽ നിന്ന് പിന്തിരിപ്പിച്ച് അബാഡിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന നല്ല നല്ല വാക്കുകൾ പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ വാക്കുകളൊക്കെ മനോഹരമായ വാക്കുകളായിരുന്നു, സ്നേഹത്തിൽ നിറഞ്ഞിരിക്കുന്ന വാക്കുകളായിരുന്നു. അങ്ങനെയാണ് കുട്ടികളെ വിളിക്കേണ്ടത് എന്നുള്ള ഒരു ധ്വനി പോലും ഇവിടെ വേദവ്യാസ മഹർഷി നമ്മളോട് പറയുന്നുണ്ട്. കുട്ടികളൊക്കെ വിളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരാളെ അയാൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ നിന്ന് നിവർത്തിപ്പിച്ച് മറ്റൊന്നിലേക്ക് വിളിച്ചു കൊണ്ടുവരുമ്പം നല്ല നല്ല വാക്കുകളൊക്കെ ഉപയോഗിക്കണം എന്നുള്ള ഒരു ഭാവം കൂടി നമുക്ക് ഈ ശ്ലോകങ്ങൾ നോക്കിയാൽ കാണാം. കാരണം നല്ല നല്ല വാക്കുകൾ, നേരത്തെ പറഞ്ഞില്ലേ, അരവിന്ദാക്ഷ എന്ന് വിളിച്ചു, കുലനന്ദന എന്ന് ബലരാമനെ വിളിച്ചു. അങ്ങനെ നല്ല നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് അമ്മ യശോദ വിളിച്ചപ്പോൾ ആ കളി നിർത്തി ഈ കുട്ടികൾ രണ്ടുപേരും എന്ത് ചെയ്തു? അമ്മയുടെ അടുത്തേക്ക് ഓടി വന്നു. അപ്പൊ ആര് തോറ്റു?
വിളിച്ചു കൊണ്ടുവരുന്ന കാര്യത്തിൽ ആദ്യം പറഞ്ഞല്ലേ രോഹിണി തോറ്റു. രോഹിണി തോറ്റു കഴിഞ്ഞപ്പോഴാണ് രോഹിണി ആരെ ഏൽപ്പിച്ചത്? യശോദയെ ഏൽപ്പിച്ചത്. ഇപ്പൊ യശോദ കുറേയും കൂടി സ്നേഹത്തോടെ വിളിച്ചപ്പോ എന്തായി? ആ രണ്ടുപേരും യശോദയുടെ മുന്നിലേക്ക് ഓടി വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? ആലോചിച്ചു. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കണം. കൃഷ്ണൻ വന്നു കഴിഞ്ഞാൽ ആദ്യം എന്താ ചെയ്യുക? കെട്ടിപ്പിടിക്കുക ചെയ്യുക. അമ്മേന്ന് പറഞ്ഞ ആരെ കെട്ടിപ്പിടിച്ചു? യശോദയെ കെട്ടിപ്പിടിച്ചു. ബലരാമനും എന്ത് ചെയ്തു? അമ്മേന്ന് പറഞ്ഞ ആരെ കെട്ടിപ്പിടിച്ചു? രോഹിണിയെ കെട്ടിപ്പിടിച്ചു. ഇവരുടെ ശരീരം മുഴുവൻ എന്താ ഉള്ളത്? നേരത്തെ പറഞ്ഞു ധൂളിധൂസരിതംഗ. ആ നിറയെ ചളിയും പൊടിയാണ് ആരുടെ? കൃഷ്ണരാമന്മാരുടെ തിരുമേനി മുഴുവനും. യശോദ നല്ല, അന്ന് പിറന്നാളാന്ന് പറഞ്ഞില്ലേ, യശോദയും രോഹിണിയൊക്കെ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അവിടെ വന്നിരിക്കുകയായിരുന്നു. അപ്പോ ഇപ്പൊ എന്തായി? ഭഗവാന്റെ തിരുമേനിയിലുള്ള ആ പൊടിയും ചളിയും ഒക്കെ ആരുടെ വസ്ത്രങ്ങളിലായി? രോഹിണിയുടെയും യശോദയുടെയും വസ്ത്രങ്ങളിലായി. അത് വാസ്തവത്തിൽ അവർക്കൊരു അലങ്കാരമായിട്ട് തോന്നി. അവരുടെ വസ്ത്രങ്ങളൊക്കെ ഭഗവാന്റെ തിരുമേനിയിൽ അണിഞ്ഞിരിക്കുന്ന പൊടികളാണ്, ചളികളാണ് ഇപ്പൊ എവിടെ ആയത്? രോഹിണിയുടെയും അതുപോലെ തന്നെ യശോദയുടെയും ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളിലൊക്കെ ആയത്. സാധാരണ ആ സമയത്ത് കുട്ടികളെ വഴക്ക് പറയും. പക്ഷെ യശോദയാവട്ടെ രോഹിണിയാവട്ടെ വഴക്കൊന്നും പറഞ്ഞില്ല. അവരെ കെട്ടിപ്പിടിച്ച് രണ്ടുപേരെയും തലയിലൊക്കെ ഉമ്മ വെച്ച്, അത് കഴിഞ്ഞ് മടിയിലെടുത്ത് വെച്ച്. കാരണം ഭാഗവതത്തിൽ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, ഈ ശ്രീകൃഷ്ണ ഭഗവാൻ ഇങ്ങനെ ഈ വൃന്ദാവനത്തിൽ പല പല ലീലകളൊക്കെ ആടി നടക്കുന്ന സമയത്ത് ഭഗവാന്റെ പാദം മണ്ണിൽ തട്ടിയിട്ട് പൊടി ഇങ്ങനെ പറക്കും. ആ പൊടികൾ പോലും എത്രയോ എത്രയോ മഹാത്മാക്കൾ അവരുടെ തിരുമേനിയിൽ അണിയാറുണ്ട്. ഭഗവാൻ നടന്നു പോകുന്ന വഴിയിലുള്ള മണ്ണുകളൊക്കെ എത്രയോ പവിത്രമാണെന്ന് മനസ്സിലാക്കി എത്രയോ മഹാത്മാക്കൾ അത് ശിരസ്സിൽ അണിയാറുണ്ട് എന്നൊക്കെ ശ്രീമദ് ഭാഗവതം വേറെ ചില ഭാഗത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് ആ ഭഗവാന്റെ തിരുമേനിയിൽ ഉണ്ടായിരുന്ന ആ പൊടിയും ചളിയും ഒക്കെ വാസ്തവത്തിൽ ഒരു പ്രസാദം പോലെയാണ് ആര് സ്വീകരിച്ചത്? ആ അമ്മമാർ രണ്ടുപേരും സ്വീകരിച്ചത്. ഇവിടെ മറ്റൊരു പ്രത്യേകത, വാസ്തവത്തിൽ ഈ രോഹിണിക്കും യശോദയ്ക്കും എന്താ അറിയില്ല. ഇപ്പൊ കഥ കേട്ടുകൊണ്ടിരിക്കാൻ നമുക്കറിയാം എന്ത്? ഭഗവാൻ ഭൂമിയിൽ വന്ന് അവതരിച്ചതാണ്. ഭഗവാൻ എത്രയോ ലീലകൾ ആടുന്നുണ്ട്, എത്രയോ അസുരന്മാരെ നിഗ്രഹിക്കുന്നുണ്ട്. ഈ രണ്ട് കൊച്ചുണ്ണികളും സാക്ഷാൽ ഈശ്വരന്മാരാണ്, ഭഗവാന്മാരാണ് എന്ന് കഥ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഭാഗവതം വായിക്കുന്ന നമുക്കൊക്കെ അറിയാം. പക്ഷെ യശോദയ്ക്ക് ശരിക്കും പറഞ്ഞാൽ അറിയില്ല എന്ത്? ഇത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണെന്നോ ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് അടുത്ത ഒരു ശ്ലോകത്തില്, ആ 20ാമത്തെ ശ്ലോകത്തിൽ അത് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പ്രകരണത്തെ അവിടെ പൂർണ്ണമാക്കുന്നത്. അത് മനോഹരമായ ഒരു ശ്ലോകമാണ്. ഇത്തം യശോദ തമശേഷശേഖരം മത്വാ സുതം സ്നേഹനിബദ്ധധീർനൃപ ഹസ്തേ ഗൃഹീത്വാ സഹരാമമച്യുതം നീത്വാ സ്വവാടം കൃതവത്യഥോദയം. ഈ അധ്യായത്തിലെ ഏറ്റവും മനോഹരമായ ഹൃദ്യമായ ഒരു ശ്ലോകമാണ് ഇത്തം യശോദ എന്നാരംഭിക്കുന്ന ആ ശ്ലോകം. ഇപ്പൊ ശ്രീശുബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയാണ്, അല്ലയോ പരീക്ഷത്തെ, നൃപ എന്ന് തന്നെ വിളിക്കുന്നുണ്ട്. അല്ലയോ രാജാവേ, അല്ലയോ പരീക്ഷത്തെ, ഇത്തം യശോദ, ഇങ്ങനെ യശോദ തം അശേഷശേഖരം. ആരാണ് ഈ ശ്രീകൃഷ്ണൻ? അശേഷശേഖരനാണ്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ആൾക്കാരും, എല്ലാവരും ബ്രഹ്മാദി ദേവന്മാരൊക്കെ ആരെയാണ് നമസ്കരിക്കുന്നത്? ഈ ശ്രീകൃഷ്ണ ഭഗവാനെയാണ് നമസ്കരിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ അശേഷശേഖരൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബ്രഹ്മാദി ദേവന്മാര് മുഴുവനും ആരെയാണോ നമസ്കരിക്കുന്നത്, അങ്ങനെയുള്ള അശേഷശേഖരനായിരിക്കുന്ന ആ ഭഗവാനെ പറ്റി യശോദ എന്താ വിചാരിച്ചത്? യശോദ വിചാരിച്ചത് മത്വാ സുതം മത്വാ, ഇതെന്റെ ഉണ്ണിയാണ് എന്നുള്ള ഒരു വിചാരത്തോടെയാണ് യശോദ ഈ കൃഷ്ണന്റെ കൂടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സ്നേഹനിബദ്ധധീഹി, സ്നേഹം കൊണ്ട് നിബദ്ധമായിരിക്കുന്ന ബുദ്ധിയാണ് ആർക്കുണ്ടായിരുന്നത്? യശോദയ്ക്ക് ഉണ്ടായിരുന്നത്, അല്ലെ? സ്നേഹം കൊണ്ട് നിബദ്ധമായിരിക്കുന്ന ധി എന്ന് പറഞ്ഞാൽ എന്താ? യശോദയുടെ ബുദ്ധി മുഴുവനും എന്തേ ഉള്ളൂ? ശ്രീകൃഷ്ണ ഭഗവാനിലുള്ള സ്നേഹം. ആ സ്നേഹം കൊണ്ട് നിബദ്ധമാണ് എന്നർത്ഥം. അപ്പൊ ബുദ്ധി മുഴുവനും എവിടെ പ്രവേശിച്ചു കഴിഞ്ഞു? ഭഗവാന്റെ പാദങ്ങളിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ആ ഭഗവാനോടുള്ള ഒരു എന്താ പറയുക, സ്നേഹമല്ലാതെ ആ യശോദയുടെ മനസ്സിൽ മറ്റൊന്നുമില്ല. ഇതിന് സ്വതവേ നമ്മൾ പറയാം വാത്സല്യം എന്നൊക്കെ പറയും, മാതൃവാത്സല്യം എന്നൊക്കെ പറയും. അപ്പൊ യശോദയുടെ ആ മാതൃവാത്സല്യം മുഴുവനും നമുക്ക് ഈ ലീലകൾ കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും.
അങ്ങനെയാണ് ഭഗവാനെ വളരെ സ്നേഹത്തോടു കൂടി യശോദ എന്ത് ചെയ്യുന്നു, കൂട്ടിക്കൊണ്ടുവന്നു. ഹസ്തയെ ഗൃഹീത്വ, സ്വതവേ ഭഗവാനെ തൊടാൻ തന്നെ എത്ര 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 ജന്മങ്ങളിൽ പുണ്യം ചെയ്യണം. നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. ശ്രീകൃഷ്ണ ഭഗവാനെ ഒന്ന് കൈകൊണ്ട് തൊടണമെങ്കിൽ എത്ര കാലം എത്ര തപസ് ചെയ്താലാ സാധിക്കുക. പണ്ടാരോ ചോദിച്ചിട്ടുണ്ട്, യശോദ എന്തൊരു തപസ്സാണ് ചെയ്തത് എന്നറിയില്ല എന്ന് പറയാം അല്ലെ. എത്രയോ വലിയ തപസ് ചെയ്തത് കൊണ്ടാണ് യശോദയ്ക്ക് ഇപ്പോ ആ ഉണ്ണിയെ വിളിച്ചുകൊണ്ടുവരാൻ പറ്റി അല്ലെ. ഭഗവാനെ വിളിച്ചുകൊണ്ടുവരികയാണ്, നല്ല നല്ല വാക്കൊക്കെ വിളിച്ച് ഭഗവാനെ വിളിച്ചു കൊണ്ടുവന്നു. ഹസ്തേ ഗൃഹീത്വ, എന്നിട്ട് കൈ പിടിക്കുകയാണ്, ശ്രീകൃഷ്ണന്റെ കൈ പിടിച്ചു. മാത്രമല്ല സഹരാമം, ബലരാമന്റെയും കൈ പിടിച്ചു. അപ്പൊ എങ്ങനെയായിരിക്കും പിടിച്ചിട്ടുണ്ടാവുക? യശോദ ആ ശ്ലോകം വായിച്ചാൽ നമുക്ക് തോന്നുന്ന ഒരു കൈ കൊണ്ട് ബലരാമന്റെ കൈ പിടിച്ചു, ഒരു കൈ കൊണ്ട് കൃഷ്ണന്റെ കൈ പിടിച്ചു. എന്നിട്ട് ഹസ്തേ ഗൃഹീത്വ സഹരാമം അച്യുതം നീത്വ. അച്യുതം എന്നാണ്. അച്യുതം എന്ന് പറഞ്ഞാൽ എന്താ? ഇനി നിന്നെ ഞാൻ വിടില്ല കളിക്ക, ഇങ്ങനെയുണ്ടോ? അച്യുതം പറഞ്ഞാൽ എന്താ? വിടില്ല എന്നൊരർത്ഥമുണ്ട്. അപ്പോ ഹസ്തേ ഗൃഹീത്വ സഹരാമം അച്യുതം നീത്വ സ്വവാടം കൃതവത്യധോദയം. ആ രണ്ടു പേരുടെയും, അപ്പൊ യശോദയെ നമ്മളിങ്ങനെ മനസ്സുകൊണ്ട് കാണുക. ആ യശോദ കുറെ നേരം വിളിച്ചപ്പോഴാണ് കണ്ണനും രാമനും ഓടി വന്നത്. യശോദ എന്ത് ചെയ്തു? യശോദ ആദ്യം ബലരാമന്റെ കൈ വലത്തെ കൈ കൊണ്ട് പിടിച്ചു, അത് കഴിഞ്ഞ് അടുത്തേ കൈ കൊണ്ട് ശ്രീകൃഷ്ണന്റെ കൈ പിടിച്ചു. എന്നിട്ട് രണ്ടുപേരും ഇപ്പോഴും തുള്ളി കളിക്കുകയാണ്. ആ രണ്ടുപേരുടെയും കൈ പിടിച്ച് നീത്വാസ്വവാടം, താൻ താമസിക്കുന്ന ഒരു വീടുണ്ട്, യശോദ താമസിക്കുന്ന കൊട്ടാരത്തിലേക്കാണ് ആരെ കൊണ്ടുവരുന്നത്? ഈ രണ്ടുണ്ണികളെയും. ഇതാ എൻ്റെ കയ്യിലേക്ക്. ഇപ്പൊ ലോകത്തിനോട് മുഴുവൻ യശോദ വിളിച്ചു പറയുകയാണോ തോന്നും അല്ലെ. അങ്ങനെയും നമുക്ക് ഭാവനയിൽ കാണാം. ഇതാ എൻ്റെ കൈകളിൽ ഞാനിതാ രണ്ടുണ്ണികളെ ഇതാ പിടിച്ചുകൊണ്ടുവരുന്നു. എനിക്ക് ഇവരോട് സ്നേഹമല്ലാതെ മറ്റൊന്നുമില്ല. അപ്പൊ സ്നേഹത്തോടെ വിളിച്ചപ്പോ ആര് വന്നു? രണ്ടുപേരും വന്നു. അപ്പൊ യശോദ അപ്പൊ ആ ഒരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ടാവണം. അപ്പൊ ആ യശോദ വളരെ സന്തോഷത്തോടെ ഒരു കൈ കൊണ്ട് ബലരാമനെ പിടിച്ചു, മറ്റേ കൈ കൊണ്ട് കൃഷ്ണനെ പിടിച്ചു. എന്നിട്ട് രണ്ടുപേരും അങ്ങനെ തുള്ളിക്കളിക്കുകയാണ്. കാരണം അവർക്കിപ്പോ എന്താ സന്തോഷം? പിറന്നാളാണെന്ന് തുള്ളിക്കളിക്കുക. എന്താ പിറന്നാളാണെങ്കിൽ ഇന്ന് എന്തെല്ലാം ആഹാരങ്ങൾ അവിടെ തയ്യാറാക്കിയിട്ടുണ്ടാവില്ലേ? ഇന്ന് വിഭവസമൃദ്ധമായിരിക്കുന്നൊരു സദ്യ കഴിക്കാം, അച്ഛൻ്റെ കൂടെ ഇരുന്ന് കഴിക്കാം, എത്രയും വേഗം കുളിക്കണം, അത് കഴിഞ്ഞ് അലങ്കാരങ്ങൾ ചെയ്യണം, കുളി കഴിഞ്ഞോ അലങ്കാരങ്ങൾ കഴിഞ്ഞോ നല്ല സദ്യ കൊണ്ട് ഇന്ന് പിറന്നാളാണ് എന്നുള്ള സന്തോഷത്തിലാണ് ആരോടി വരുന്നത്. അനന്തമൂർത്തിയാണ് ഭഗവാൻ എന്ന് മറന്നു പോകരുത്. അനന്തം ബ്രഹ്മേതി വിജാനീയ എന്നൊക്കെ പറയാറില്ലേ, തൈത്തിരീയോപനിഷത്തിലൊക്കെ പറയും ആനന്ദത്തെ പറ്റി. അപ്പോൾ ആനന്ദമൂർത്തികളായ കൃഷ്ണനും രാമനുമാണ് ഇപ്പൊ ആരുടെ കയ്യിലുള്ളത്? യശോദയുടെ കയ്യിലുള്ളത്. പിടിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ യശോദ വാസ്തവത്തിൽ നമ്മളോട് പറയുന്നത്, ഇതുപോലെ വളരെ ഭക്തിയോടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ വിടുക. ഈ ലോകത്തിൽ കാണുന്ന നിസ്സാരമായ മറ്റുള്ള ബന്ധുക്കള്, സുഹൃത്തുക്കള്, ധനം, വീട്, ഭാര്യ, ഭർത്താവ്, കുട്ടികള്, ഇങ്ങനെയുള്ള നിസ്സാരമായ കാര്യങ്ങളിലൊക്കെ അലഞ്ഞു തിരിയുന്ന നമ്മളുടെ മനസ്സിനെ അതിൽ നിന്നൊക്കെ നിവർത്തിപ്പിച്ച് നമ്മളുടെ മനസ്സ് എപ്പോഴും രാമകൃഷ്ണന്മാരുടെ പദങ്ങളിലായിരിക്കണം. ഏകാഗ്രമായ ചിന്തയോടെ ആരെ ധ്യാനിക്കണം? ഈ രാമകൃഷ്ണന്മാരെ ധ്യാനിക്കണം. എന്നിട്ട് അവരെ വിളിക്കേണ്ടതുപോലെ നമ്മൾ ഭക്തിയോടെ വിളിക്കണം. അങ്ങനെ ഭക്തിയോടെ വിളിച്ചു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും, ഈ രാമകൃഷ്ണന്മാർ രണ്ടുപേരും നമ്മുടെ ഹൃദയത്തിൽ ഇതുപോലെ പ്രത്യക്ഷപ്പെടും എന്നുള്ള ഒരു ഭാവം കൂടി നമുക്കവിടെ ആ ശ്ലോകത്തിൽ കാണാൻ കഴിയും. ഇത്തം യശോദാതം അശേഷശേഖരം മത്വാസുതം സ്നേഹനിബദ്ധധീർനൃപ ഹസ്തേ ഗൃഹീത്വാ സഹരാമമച്യുതം നീത്വാ സ്വവാടം കൃതവത്യഥോദയം. ബൃഹദ്വനത്തിലെ ലീലകളൊക്കെ ഈ ശ്ലോകം കൊണ്ട് അവസാനിക്കുകയാണ്. പിന്നെ എല്ലാ ഗോപവർദ്ധന്മാരെല്ലാവരും കൂടി ചേർന്നിരുന്ന് അവിടെ എല്ലാവരോടും പരസ്പരം ഇരുന്ന് ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണ്. കാരണം എന്താ ഇവിടെ പല ആപത്തുകൾ വരുന്നു എന്നാണ് ചർച്ച ചെയ്യണത്. ആ കഥകളൊക്കെയാണ് പിന്നീട് വർണ്ണിക്കണത്. അപ്പൊ അവിടെ ഉപനന്ദൻ എന്ന് പറയുന്ന ഒരു ഗോപൻ പറഞ്ഞു, അദ്ദേഹം ദേശകാലാർത്ഥ ഋത്വജ്ഞനാണ് എന്ന് പറയുന്നുണ്ട്. ദേശത്തെ പറ്റിയും കാലത്തെ പറ്റിയും അതുകൊണ്ടുണ്ടാകുന്ന പ്രയോജനങ്ങളെ പറ്റിയൊക്കെ നല്ലതുപോലെ അറിയുന്ന ആളാണ് ആര്? ഈ ഉപനന്ദൻ. രാമകൃഷ്ണയോഹ പ്രിയകൃത്ത്, രാമന്റെയും കൃഷ്ണന്റെയും പ്രിയം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അങ്ങനെയുള്ള ഉപനന്ദനാണ് പറയുന്നത്, ഇവിടുന്ന് പടിഞ്ഞാറ് ഭാഗത്ത് പോയി അവിടെ ഒരു വൃന്ദാവനമുണ്ട്, അവിടെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, അവിടെ ഇന്ന് തന്നെ പോവണം
ചിരം എന്നൊക്കെ പറയേണ്ടത് നല്ല കാര്യങ്ങളൊക്കെ വേഗം ചെയ്യണം എന്ന് അവര്. അപ്പോഴേക്ക് എല്ലാവർക്കും സന്തോഷം, എന്തൊരു ആനന്ദം. പിന്നെ എല്ലാവരും കൂടി ബൃഹദ്വനം എന്ന് പറയുന്ന ഇവരിപ്പം താമസിക്കുന്ന സ്ഥലത്തുനിന്ന് വൃന്ദാവനം എന്ന് പറയുന്ന പുതിയ സ്ഥലത്തേക്ക് അവർ യാത്രയാവാണ്. ആ യാത്രയാണ് പിന്നെ കുറേ ശ്ലോകങ്ങളിൽ വർണ്ണിക്കുന്നു. അവരവിടെയുള്ള സാധനങ്ങളൊക്കെ എടുത്തു, വീടുകളൊക്കെ എടുത്തു, വീടുകളൊക്കെ അഴിച്ചെടുത്ത് മറ്റൊരു സ്ഥലത്ത് പോയി കൊണ്ടുപോയി സ്ഥാപിക്കാൻ പറ്റിയ രീതിയിലുള്ള വീടുകളാണ്. അപ്പോൾ വീടുകളൊക്കെ അഴിച്ചെടുത്തു, വണ്ടികളൊക്കെ തയ്യാറാക്കി, കളവണ്ടികൾ, കുതിരവണ്ടികൾ, പലതരത്തിലുള്ള ശബ്ദഘോഷങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടാണ്, വാദ്യഘോഷങ്ങളൊക്കെ ചെയ്ത് പാട്ടൊക്കെ പാടി വളരെ സന്തോഷത്തോടെയാണ് അവർ എവിടേക്ക് പോകുന്നത്? വൃന്ദാവനത്തിൽ ചെല്ലുന്നത്. അങ്ങനെ വൃന്ദാവനത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ അതിരാവിലെ തന്നെ ഇവരെന്താ ചെയ്യുക? ഈ പശുക്കുട്ടികളെയൊക്കെ മേയ്ക്കാൻ വേണ്ടി അതിരാവിലെ തന്നെ കാട്ടിലേക്ക് പോകും. അങ്ങനെ ഇവിടെ 2 അസുരന്മാരെ കൊല്ലുന്ന കഥയാണ് പിന്നീടുള്ള കുറേ ഭാഗങ്ങളിൽ വർണ്ണിക്കുന്നത്. ഒരു ദിവസം കാട്ടിൽ ഭഗവാൻ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വൃന്ദാവനത്തിലെത്തിയിട്ട് അവിടെ ആദ്യമായിട്ട് വർണ്ണിക്കുന്നത് ഈ വത്സം എന്ന് പറയുന്ന ഒരു അസുരൻ, വത്സാസുരൻ. ആ വത്സാസുരനെ എങ്ങനെയാണ് ഭഗവാൻ നിഗ്രഹിച്ചതെന്ന് ആദ്യം വർണ്ണിക്കുന്നത്. അങ്ങനെ അവിടെ വത്സൻ വന്നിരിക്കുന്നത് പേര് പോലെ തന്നെ ഒരു പശുക്കുട്ടിയുടെ രൂപത്തിലാണ്. വത്സൻ എന്ന് പറഞ്ഞാൽ പശുക്കുട്ടിയാണ്. ആ പശുക്കുട്ടിയുടെ രൂപത്തിൽ വന്ന അസുരനെ ഒരു ദിവസം ശ്രീകൃഷ്ണ ഭഗവാൻ പിടിച്ചു. സഹലാങ്കൂലം അച്യുത, വാലും അതിൻ്റെ പിൻഭാഗത്തുള്ള 2 കാലും കൂടി കൂട്ടിപ്പിടിച്ചിട്ടാണ് ഭഗവാൻ ഭ്രാമയിത്വ ഒന്നായിട്ട് വട്ടത്തിൽ ചുറ്റി കപിത്തം എന്ന് പറയുന്ന വലിയൊരു വൃക്ഷത്തിൻ്റെ മുകളിലേക്ക് എറിഞ്ഞു. അതോടുകൂടി അവൻ ജീവൻ വെടിഞ്ഞവൻ താഴെ വീഴുകയാണ്. ഒരുപാട് പഴങ്ങളൊക്കെ താഴെ വീണു. അങ്ങനെയാണ് ഭഗവാൻ ആരെ നിഗ്രഹിക്കുന്നത്? വത്സാസുരൻ. അപ്പൊ വൃന്ദാവനത്തിലേക്ക് പ്രവേശിച്ച് ഭഗവാൻ ആദ്യം തന്നെ ചെയ്യുന്നത് ഈ വത്സാസുര വധം എന്ന് പറയുന്ന ഒരു ലീലയാണ്. അതാണ് ആദ്യത്തെ കുറച്ച് ശ്ലോകങ്ങളിൽ വർണ്ണിച്ചു. അത് കഴിഞ്ഞ് പിന്നീട് വർണ്ണിക്കുന്നത് ബകൻ എന്ന് പറയുന്ന ഒരു അസുരനെ ഭഗവാൻ നിഗ്രഹിച്ച കഥയാണ്. ഇതുപോലെ ബകൻ എന്ന് വെച്ചാൽ കൊറ്റിയാണ്. എത്രയോ വലിയ പർവ്വതത്തിന്റെ അത്രയും വലിപ്പത്തിലുള്ള ഒരു കൊക്കിന്റെ രൂപത്തിലാണ് ആ അസുരൻ വന്നത്. അങ്ങനെ ആ കൊക്ക് അല്ലെങ്കിൽ കുറ്റി എന്ന് പറയുന്ന ആ പക്ഷി ആരെ പിടിച്ചു വിഴുങ്ങി? ഭഗവാനെ പിടിച്ചു വിഴുങ്ങാൻ നോക്കി. അപ്പൊ എല്ലാവരും ആകെ വിഷമിച്ചു. ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ വീണ്ടും ഭഗവാൻ തന്റെ ശരീരം മുഴുവൻ നല്ല അഗ്നി പോലെ ചൂടുള്ളതാക്കിയത്. അപ്പൊ അഗ്നി വിഴുങ്ങിയാൽ എന്താ തോന്നുക? ഉടനെ ആ പക്ഷി ചൂട് കൊണ്ട് ഭഗവാനെ പുറത്തേക്ക് തന്നെ തുപ്പിയിട്ടു. അങ്ങനെ ഇട്ടപ്പോഴാണ് ഭഗവാൻ വീണ്ടും അടുത്തേക്ക് വന്ന് ആ വലിയ പക്ഷിയുടെ 2 കൊക്കുകളും പിടിച്ചു വലിച്ച്, അതിന്റെ ചുണ്ടുകൾ 2 പിടിച്ചു വലിച്ചിട്ടാണ് ആ പക്ഷിയെ ഭഗവാൻ അവിടെ നിഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് ഭഗവാന് ബകാരി എന്നൊരു പേരുണ്ടായി. ദേവന്മാർക്കൊക്കെ വലിയ സന്തോഷമായി ബകനെ നിഗ്രഹിച്ചപ്പോൾ. എല്ലാവരും ഭഗവാനെ കെട്ടിപ്പിടിക്കുകയാണ്. ആ ബകനിഗ്രഹം കഴിഞ്ഞ് വന്ന ഭഗവാനെ. അങ്ങനെ അവരെല്ലാവരും അന്ന് വൈകുന്നേരം തിരിച്ച് അമ്പാടിയിൽ വന്നു, അവരുടെ വീടുകളിൽ വന്നു. പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും അന്നത്തെ ലീലകളാണ് പറയാനുള്ളത്. അന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ ചെയ്ത ഈ ഭഗവതം മുതലായിരിക്കുന്ന ലീലകളൊക്കെ അവരെല്ലാവരും വളരെ വിസ്തരിച്ച് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു. അപ്പൊ അവരൊക്കെ അങ്ങനെ പറയുകയാണ്, ജിഘാംസീനം ആസാദ്യ നശ്യന്ത്യഗ്നോ പതംഗവൽ. ഈ ചെറിയ ചെറിയ ശലഭങ്ങളൊക്കെ അഗ്നിയിൽ വീട് നശിക്കാറുണ്ട്. ഇതേപോലെയാണ് ഭഗവാനെ കൊല്ലാൻ വേണ്ടി എത്രയെത്രയോ അസുരന്മാർ വരുന്നു. ഈ അസുരന്മാരൊക്കെ തന്നെ അഗ്നിയിൽ ശലഭങ്ങൾ വീട് നശിക്കുന്നത് പോലെയാണ് ഇപ്പം നശിക്കുന്നത്. ഏതായാലും പണ്ട് ഗർഗാചാര്യ പറഞ്ഞതൊക്കെ വളരെ ശരിയായിരുന്നു. ഗർഗാചാര്യ പറഞ്ഞിട്ടുണ്ട്, ഈ ഉണ്ണിയെ നിങ്ങൾ നല്ലപോലെ സ്നേഹിച്ചോളൂ, ഒരാപത്തുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഭാഗവതം നമ്മളോട് അതാണ് പറയുന്നത്. എല്ലാ ആപത്തുകളും തീർന്ന് എപ്പോഴും പരമാനന്ദം അനുഭവിച്ചുകൊണ്ട് നമുക്കൊക്കെ ജീവിക്കാം. അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതിനെന്താ ഭാഗവതം മാർഗം പറയുന്നത്? എപ്പോഴും നാവിന്ദൻ ഭവവേദന. നമ്മൾ ഒരു ഭവവേദനയും ഒരു സംസാര ദുഃഖവും നമ്മൾ അറിയേണ്ടതില്ല, അനുഭവിക്കേണ്ടതില്ല. കൃഷ്ണനെ മാത്രം ചിന്തിച്ചുകൊണ്ട് ജീവിക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവാന്റെ രൂപം സ്മരിക്കുക. ഇങ്ങനെ ആരാണോ ജീവിക്കുന്നത്, അങ്ങനെ ജീവിക്കുന്നവർക്ക് എല്ലാ തരത്തിലുള്ള ലൗകിക ദുഃഖങ്ങളും ഇല്ലാതെയായി തീരും. നാവിന്ദൻ ഭവവേദന. ഒരു തരത്തിലുള്ള സംസാര ദുഃഖങ്ങളും അത്തരത്തിലുള്ള ഏകാന്ത ഭക്തന്മാരെ ഒരിക്കലും ബാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഇവിടെ സമ്പൂർണ്ണമാകുന്നത്. 59ഓളം ശ്ലോകങ്ങളുള്ള വളരെ വലിയ ഗംഭീരമായ ഒരു അധ്യായമാണ് ദശമസ്കന്ധത്തിലെ 11ാമത്തെ അധ്യായം. നമുക്ക് ഏതായാലും ആ അധ്യായത്തിലെ ചില ചില കഥകളും ചില ചില ഭാഗങ്ങളും ഒക്കെ ഒന്ന് ചെറിയ രൂപത്തിലൊന്ന് അനുസ്മരിക്കാൻ നമുക്ക് സാധിച്ചു. ആ ഭഗവാനെ എന്നും ഓർമ്മിക്കാൻ
ഇതൊക്കെ ഒരു കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളൊക്കെ ഭഗവാന്റെ പാദപത്മങ്ങളിൽ സമർപ്പിക്കട്ടെ. നാരായണ 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 നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓടിക്രീഡിച്ചു വാടീടിന വദന കലാനാഥകർമാമൃതത്തെ കൂടെ കൂടെ തുടയ്ക്കും സുഹൃതനിധി യശോദാകരം കുമ്പിടുന്നേൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. शुक उवाच गोपानन्दादय श्रुत्वा द्रुमयोपततोरवं तत्रा जग्मुकुरुश्रेष्ठा निर्घातभयशङ्किता. भूम्यां निपतितौ तत्रा ददृशुर्यमलार्जुनौ बभ्रमुस्तदविज्ञाय लक्ष्यं पतनकारणम्. उलूखलं विकर्षन्तं धाम्ना बद्धं च बालकं कस्येदं कुत आश्चर्यमुल्पातयति कातरा. बाला ऊचुरनेनेति तिर्यद्गतमुलूखलं विकर्षतामध्यकेन पुरुषावप्यचक्ष्महि. न ते तदुक्तं जगृहु न खटेतेति तस्य तल् बालस्योल्पाटनं. तर्वोऽकेजिल् सन्दिग्धचेतसा उलूखलं विकर्षन्तं दाम्ना बद्धं स्वमाल्पजं. विलोक्यनन्दः प्रहसद्वदनो विमुमोजः. गोपीभिस्थोऽपिधो नृत्यल् भगवान् बालवल्क्वचिल् उद्गायति क्वचिन्मुग्धस्तद्वशोदार्यन्द्रवल्. बिभर्ति क्वचिदाज्ञप्तपीठकोन्मानपादुकं बाहुक्षेपं च कुरुते स्वानां च प्रीतिमावहन्. दर्शयंस्तद्वितां लोके आत्मनो भृत्यवश्यतां. व्रजस्योवाह वै हर्षं भगवान् बालचेष्टितैः. क्रीडीहि भो फलानीति श्रुत्वा सत्वरमच्युता. फलार्थी धान्यमादाय ययौ सर्वफलप्रदा. फलविक्रयिणी तस्यच्युतधान्यं करद्वयं फलैरपूरयल् रत्नैः फलभाण्डमपूरिचां. सरित्तीरगतं कृष्णं भग्नार्जुनमथाह्वयल्. रामं च रोहिणी देवी क्रीडन्तं बालकैर्व्रतं. रामं च रोहिणी देवी क्रीडन्तं बालकैर्भृशं. नोपेयातां यदाहूतौ क्रीडासङ्गेन पुत्रकौ. यशोदां प्रेषयामास रोहिणी पुत्रवत्सलां. क्रीडन्तं सासुतं बालैरतिवेलं सहाग्रजं. यशोदा जोहवीर् कृष्णं पुत्रस्नेहस्नुतस्तनीम्. कृष्ण कृष्ण अरविन्दाक्ष तातये हि स्तनं पिबा. अलं विहारैक्षुल्क्षान्ता क्रीडास्नान्दोऽसि पुत्रका. हे रामागच्छताताशु सानुजकुलनन्दन. प्रातरेव कृताहारस्तद्भवान् भोक्तुमर्हति. प्रतीक्षते त्वां दाशार्हा भोज्यमाणो व्रजाधिपा. एह्यावयो प्रियं देहि स्वगृहान्यातबालकाम्. धूलिधूसरिताङ्गस्त्वं पुत्रामज्जनमावः.
ജന്മർക്ഷമദ്യ ഭവതോ വിപ്രേഭ്യോ ദേഹികാശുചി പശ്യ പശ്യ വയസ്യാം സ്തേ മാതൃമൃഷ്ടാൻ സ്വലംകൃതാൻ ത്വം ച സ്നാതകൃതാഹാരോ വിഹരസ്വ സ്വലംകൃതാം ഇത്തം യശോദാ തമശേഷശേഖരം മത്വാ സുതം സ്നേഹനിബദ്ധധീർനൃപ ഹസ്തേ ഗൃഹീത്വാ സഹ രാമമച്യുതം നീത്വാ സ്വവാടം കൃതവത്യഥോദയം ഗോപവൃദ്ധാമുഹോൽപാദാനനുഭൂയ ബൃഹദ്വനെ നന്ദാദയ സമാഗമ്യ വ്രജകാര്യമമന്ത്രയൻ തത്രോപനന്ദനാമാഹ ഗോപോ ജ്ഞാനവയോധിക ദേശകാലാർത്ഥതത്വജ്ഞപ്രിയകൃത് രാമകൃഷ്ണയോ ഉത്ഥാതവ്യമിതോസ്മാഭിർഗോകുലൈ സഹി ഗോകുലസ്യ ഹിതൈഷിഭിः ആയാന്ത്യത്ര മഹോൽപാതാ ബാലാനാം നാശഹേതവ മുക്തകഥഞ്ജിൽ രാക്ഷസ്യ ബാലഘ്ന്യാ ബാലകോ ഹ്യസൗ ഹരേരനുഗ്രഹാന്നൂനമനശ്ചോപരി നാപതൽ ചക്രവാതേന നീതോയം ദൈത്യേന വിപദം മിയൽ ശിലായാം പതിതസ്തത്ര പരിത്രാതസുരേശ്വരൈ യന്നമ്രിയേതദ്രുവയോരന്തരം പ്രാപ്യ ബാലക അസാവന്യതമോ വാപി തദപ്യച്യുതരക്ഷണം യാവദൗത്പാദികോരിഷ്ടോ വ്രജം നാഭിഭവേദിത താവത് ബാലാനുപാദായ യാസ്യാമോന്യത്ര സാനുഗാം വനം വൃന്ദാവനം നാമ പശവ്യം നവകാനനം ഗോപഗോപീഗവാം സേവ്യം പുണ്യാദ്രിതൃണവീരുധം തത്തത്രാദ്യൈവ യാസ്യാമശകടാന്യുക്തമാചിരം ഗോധനാന്യഗ്രതോ യാന്തു ഭവതാം യദി രോചത്തെ തച്ഛ്രുത്വൈകതിയോ ഗോപാ സാധു സാധ്വിതിവാദിന വ്രജാൻ സ്വാൻ സ്വാൻ സമായുജ്യ യയൂരൂഢപരിച്ഛദ വൃദ്ധാൻ ബാലാൻ ത്രയോ രാജൻ സർവോപകരണാനി ച അനസ്വാരോപ്യ ഗോപാലായത്താത്തശരാസനാം ഗോധനാനി പുരസ്കൃത്യ ശൃംഗാണ്യാപൂര്യ സർവതാ തൂര്യഘോഷേണ മഹതായയുസ്സഹ പുരോഹിത ഗോപ്യോരൂഢരതാ നൂത്നകുജകുങ്കുമകാന്തയാം കൃഷ്ണലീലാ ജഗുപ്രീത നിഷ്കകണ്ഠ്യസുവാസസ തഥാ യശോദാരോഹിണ്യാവേകം ശകടമാസ്ഥിതേ രേജതു കൃഷ്ണരാമാഭ്യാം തൽ കഥാശ്രവണോത്സുകേ വൃന്ദാവനം സംപ്രവിശ്യ സർവകാലസുഖാവഹം തത്ര ചക്രുർവ്രജാവാസം ശകടൈരർദ്ധചന്ദ്രവൽ വൃന്ദാവനം ഗോവർദ്ധനം യമുനാ പുളിനാനി ച വീക്ഷ്യാസീദുത്തമാ പ്രീതി രാമമാധവയോർനൃപ ഏവം വ്രജമുഖസാം പ്രീതിം യച്ഛന്തൗ ബാലചേഷ്ടിതൈ കളവാക്യൈ സ്വകാലേന വത്സപാലൗ ബഭൂവതു അവിതൂരേ വ്രജഭുവഃ സഹ ഗോപാലധാരകൈ ചാരയാമാസ തുർവത്സാൻ നാനാ ക്രീഡാ പരിച്ഛദൗ ക്വചിദ് വാദയതോ വേണും ക്ഷേപണൈ ക്ഷിപത ക്വചിൽ പാദൈ കിങ്കിണീഭിഃ ക്വചിൽ കൃത്രിമഗോ വൃഷൈ വൃഷായമാണൗ നർദന്തൗ യുയുധാതെ പരസ്പരം അനുകൃത്യാരുതൈർജന്തൂംശ്ചേരതു പ്രാകൃതൗ യഥാ കദാചിദ് യമുനാ തീരെ വത്സാം ചാരയതോ സ്വകൈ വയസ്യൈ കൃഷ്ണബലയോർജിഖാം സുർദൈത്യ ആഗമൽ തം വത്സരൂപിണം വീക്ഷ്യാ വത്സയൂഥഗതം ഹരി ദർശയൻ ബലദേവായ ശനൈർമുക്തൈവാസദൽ ഗൃഹീത്വാ പരപാദാഭ്യാം സഹലാങ്കൂലമച്യുത
പ്രാമയിത്വാ കപിത്താഗ്രേ പ്രാഹിണോൽഗതജീവിതം സകപിത്തൈർമഹാകായ പാത്യമാനൈ പപാതഃ തം വീക്ഷ്യ വിസ്മിതാ ബാലാ ശശംസു സാധു സാധ്വിതി ദേവാശ്ച പരിസന്തുഷ്ടാ ബഭൂവു പുഷ്പവർഷിണാം തൗ വത്സപാലകൗ ഭൂത്വാ സർവലോകൈകപാലകൗ സപ്രാതരാശൗ ഗോവത്സാം ശാരയന്തൗ വിജേരതു സ്വം സ്വം വത്സകുലം സർവേ പായയിഷ്യന്ത ഏകദാ ഗത്വാ ജലാശയാഭ്യാസം പായയിത്വാ പപുർജലം തേ തത്ര ദദൃശുർബാലാ മഹാസത്വമവസ്ഥിതം തത്ര സുർവജ്രനിർഭിന്നം ഗിരേശൃംഗമിവച്യുതം സവൈവകോ നാമ മഹാനസുരോപകരോപധൃ ആഗത്യ സഹസാ കൃഷ്ണം തീക്ഷ്ണതുണ്ടോഗ്രസദ്ബലീ കൃഷ്ണം മഹാഭഗഗ്രസ്തം ദൃഷ്ട്വാ രാമാദയോർഭഗാ ബഭൂവുരിന്ദ്രിയാണീവ വിനാ പ്രാണം വിചേരസാം തം താലുമൂലം പ്രദഹന്തമഗ്നിവൽ ഗോപാലസൂനും പിതരം ജഗദ്ഗുരോ ചഛർദ സദ്യോതിരുഷാക്ഷദംബകസ്തുണ്ടേന ഹന്തും പുനരഭ്യപദ്യത തമാപതന്തം സനിഗൃഹ്യ തുണ്ടയോർദോർഭ്യാംബകം കംസസഖം സതാംബതി പശ്യൽ സുബാലേഷു ദദാരലീലയാ മുദാമഹോ വീരണവദ്ദിമൗകസാം തദാവകാര്യം സുരലോകവാസിനഃ സമാകിരന്നന്ദനമല്ലികാദിഭിः സമീഡിനേ ചാനകശംഖസംസ്തവൈസ്തദ്വീക്ഷ്യ ഗോപാലസുതാ വിസിസ്മിരേ മുക്തദംബകാസ്യാദുപലഭ്യ ബാലകാ രാമാദയ പ്രാണം ഇവ ഇന്ദ്രിയോ ഗണ സ്ഥാനാഗതം തം പരിരഭ്യ നിർവൃതാ പ്രണീയവത്സാൻ വ്രജമേത്യ തജ്ജഗു ശ്രുത്വാ തദ്വിസ്മിതാ ഗോപാ ഗോപ്യശ്ചാതിപ്രിയാദൃതാം പ്രേത്യാഗതമിവ ഉത്സുക്യാൽ ഐക്ഷന്തതൃഷിതേ ക്ഷണാം അഹോപദാസ്യ ബാലസ്യ ബഹവോ മൃത്യവോ ഭവൻ അപ്യാസീദ് വിപ്രിയം തേഷാം കൃതം പൂർവം യതോ ഭയം അഥാപ്യഭിഭവന്ത്യേന നൈവ തേ ഘോരദർശനാ ജിഘാംസയൈനമാസാദ്യ നശ്യന്ത്യഗ്നൗ പതംഗവൻ അഹോ ബ്രഹ്മവിദാം വാചോ നാസത്യാ സന്തി കർഹിചിൽ ഗർഗോ യദാഹ ഭഗവാനന്വഭാവി തഥൈവ തൽ ഇതി നന്ദാദയോ ഗോപാ കൃഷ്ണരാമകഥാം മുദാ കുറുവന്തോ രമമാണാശ്ച നാവിന്ദൻ ഭവവേദനം ഏവം വിഹാരൈ കൗമാരം ജഹതുർവ്രജേ നിലായനൈ സേതുബന്ധൈർമർക്കടോൽപ്ലവനാദിഭിः ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർത്ഥേ വത്സഭഗവതോ നാമ ഏകാദശോऽധ്യായ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.